മോളെ ദാ സത്യന് നിന്നോട് സംസാരിക്കണമെന്ന്. എന്തിനാ പാനുമ്മേ? അവന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്തിനാ വെറുതെ? മോളൊന്ന് സംസാരിക്ക. നമ്മുടെ സത്യനല്ലേ, സംസാരിക്കേ. എന്താ സത്യ? ഏട്ടത്തിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഏട്ടൻ ഇത്ര പെട്ടെന്ന് വീണ്ടും ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. അമ്മ അന്ന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ സോനയുടെ മനസ്സിൽ ഏട്ടൻ വന്ന എല്ലാം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു. പക്ഷെ നീയും സോനയും അന്ന് അമ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു സത്യ, ഇതത്ര വേഗമൊന്നും പരിഹരിക്കപ്പെടില്ലെന്ന്. നിങ്ങളാരും അന്ന് ഹർഷ വീട്ടിൽ വന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ല. ഞാനിപ്പോ അനുഭവിക്കുന്നത് അമ്മയ്ക്ക് അടി കൊണ്ടതിന്റെ ശിക്ഷ മാത്രമല്ല, ഹർഷ അടിച്ചതിന്റെ ശിക്ഷ കൂടിയാ. അതിലുമുണ്ട് അമ്മയ്ക്കും മോനും എന്നോട് കടുത്ത പക. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ സത്യ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ മോനെ കരുവാക്കരുത്. അവനെ അന്തസ്സായി വളർത്താൻ വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത് പോലും. അത് അമ്മ ഏട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഹലോ 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 ഏടത്തി. സത്യ, അനു മുറിയിലേക്ക് പോയി. ഈ കളി ഇതോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും മോനെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ ഭാനുമേ, ഹലോ. ഇന്ദിരേട്ടൻ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഈ ഇന്ദിരേട്ടനെ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം എന്ന് ഞാൻ ആലോചിക്കുന്നേ. ഇന്ദിരേട്ടനെ തിരിച്ചു പിടിക്കാൻ ആന്റി ഹർഷയും കൂടി കളിച്ച കളി നിസ്സാരമല്ല സത്യ. അനുവേട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഒറ്റയടി ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഇന്ദിരേട്ടന്റെ മനസ്സിൽ നേടത്തിയെ തുടച്ചു മാറ്റുകയായിരുന്നു ആന്റിയുടെ ലക്ഷ്യം. ആന്റിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അതല്ലേ സത്യനും സോനയും വന്ന് അനുവേട്ടത്തിയെ കുറ്റപ്പെടുത്തിയത്? അപ്പൊ പിന്നെ ഇന്ദിരേട്ടന്റെ കാര്യം എന്തു പറയാനാ? ഇതിനിടയിൽ ഹർഷയ്ക്ക് കൂടി ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായി എന്നുള്ളതാണ് സത്യം. ഇന്ദിരേട്ടനെയും അനിയേട്ടത്തെയും തമ്മിൽ അകറ്റാൻ വേണ്ടി അവൾ നടത്തിയ ജോത്സ്യ നാടകം പോലും ഇപ്പോ അപ്രസക്തമായില്ലേ? അനുവേട്ടത്തി മാത്രം ഇപ്പൊ പ്രതി. അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സത്യ. ഇല്ല ശ്യാം, ഏട്ടത്തി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടായാലും ഏട്ടത്തിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയെടുക്കണം. ഞാനത് ചെയ്തിരിക്കും.